സാറ് പറഞ്ഞു നിങ്ങളെ ഒരു ടാർപ്പ കെട്ടി അതിൻ്റെ അകത്ത് ഇരിക്കാനല്ലേ സമ്മതിക്കാതെ ഉള്ളൂ. നിങ്ങൾ ഇട്ടിരിക്കുന്ന റെയിൻകോട്ടും ബാക്കിയൊന്നും നിങ്ങളോട് ഊരാൻ പറയില്ലല്ലോ. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കക്ഷി കുറച്ച് കൊടകളും ബാക്കി റെയിൻകോട്ടുമായിട്ട് വന്നത്. പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയും കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് 22ാമത്തെ ദിവസം ഇവിടെ ഇരുന്നിട്ട് പോലും എന്താണെന്ന് ചോദിക്കാത്ത ഒരു ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്ന് വളയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഒരു അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട്. അതിനൊരു മെസ്സേജ് ആയിട്ടാണ് വന്നത്. നിങ്ങൾ ഒരു അക്രമത്തിനും വന്നതല്ല, ഞങ്ങളുടെ അവകാശങ്ങൾ നേടാൻ വന്നതാണ്. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് നിങ്ങൾ വന്നാൽ മതിയെന്ന് വീട്ടിലുള്ള ആൾക്കാർ തന്നെ നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് പറയുക. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ പെരുമഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു ആശാവർക്കർമാരുടെ സമരപന്തലിലേക്ക് ഒരു സൂചനയും നൽകാതെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കടന്നു വന്നത്. ഇതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാർ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുമായും പറ്റുമെങ്കിൽ മോദിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇവരുടെ വിഷയം ചർച്ച ചെയ്യും എന്ന് പറയുന്നത്. എന്തായാലും ഒരു സൂചനയുമില്ലാതെ കുട ചൂടിക്കൊണ്ട് ചെരുപ്പ് പോലും ഇടാതെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി മിന്നൽ പോലെ ഈ ഒരു അമ്മമാരുടെ ഇടയിലേക്ക് വന്നത് ഏറെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇവരെ. അമ്മ, ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വീണ്ടും സമരപന്തലിലേക്ക് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും സൂചന തന്നിരുന്നോ വീണ്ടും വരും എന്ന്? ഇല്ല, നമ്മുടെ സൂചനയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം 2 ദിവസം അതിന്റെ തലേദിവസം ഇവിടെ വന്നിരുന്നല്ലോ. വന്നിട്ട് പോയതിനു ശേഷം മീഡിയ കൂടെ രാത്രി നമ്മുടെ ഇവിടെ വെളുപ്പാങ്കാലത്ത് ഇവിടെ ടാർപോളിയും വലിച്ചു കെട്ടി. ഇവിടെ അമ്മമാര് കിടന്നപ്പോഴവര് ടാർപോളിയും വലിച്ചു കെട്ടിയപ്പോഴത്തേക്ക് അത് പോലീസ് തടഞ്ഞു. പോലീസ് തന്നെ നമ്മളെ ഒരിക്കലും അങ്ങനെ കുറ്റം പറയില്ല. കാരണം ഞങ്ങളുടെ 21 ദിവസം, ഇന്നലെ 21 ദിവസം കഴിഞ്ഞപ്പോഴും വളരെ മാന്യമായിട്ട് നല്ല സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ തന്നെയാണ് നമ്മളോട് സഹകരിച്ചത്. പക്ഷെ അവർക്ക് മേലിൽ നിന്നുള്ള നിർദ്ദേശം പാലിക്കപ്പെട്ടാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അതിൽ നിസ്സഹായരാണ്. അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മളോട് ടാർപ്പ അങ്ങനെ കെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് അമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ വളരെ വിഷമത്തോടു കൂടി കണ്ണീരോടുകൂടി 3 മണിക്ക് എഴിച്ചിരുന്ന് നേരം വെളുപ്പിക്കേണ്ട ഒരു അവസരം ഉണ്ടായി. അത്രയ്ക്കും മഴയായിരുന്നു. അപ്പൊ ഇന്നലെ ശക്തമായിട്ട് മഴ രാവിലെ മുതൽ ഞങ്ങൾ അത്രയും ഒരു ടാർപ്പ പോലും കെട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് മീഡിയയിൽ കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കാം സാർ ഇവിടെ ഇറങ്ങിയത് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ സാർ ഇങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പൊ അവിടെ വന്ന് നിന്നിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടു. ഇവിടെ കുറച്ച് പേര് കൊടയിൽ നിൽക്കുന്നു, ബാക്കിയുള്ള എല്ലാവരും നനഞ്ഞ്. നമ്മുടെ റെയിൻകോട്ട് കുറച്ച് പേർക്കുണ്ട്, കുറച്ച് പേര് ഫുള്ള് നനഞ്ഞ് നിൽക്കും. അപ്പൊ ആ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. സാറ് പറഞ്ഞു നിങ്ങളെ ഒരു ടാർപ്പ കെട്ടി അതിൻ്റെ അകത്ത് ഇരിക്കാനല്ലേ സമ്മതിക്കാതെ ഉള്ളൂ. നിങ്ങൾ ഇട്ടിരിക്കുന്ന റെയിൻകോട്ടും ബാക്കിയൊന്നും നിങ്ങളോട് ഊരാൻ പറയില്ലല്ലോ. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കക്ഷി കുറച്ച് കൊടകളും ബാക്കി റെയിൻകോട്ടുമായിട്ട് വന്നത്. അതെല്ലാം ഞങ്ങൾ ഇട്ടും കൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു, വാങ്ങിക്കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അത് ഉപയോഗിച്ചു. പിന്നീട് ഒരു ടാർപ്പ ഞങ്ങൾ താഴോട്ട് ഇങ്ങോട്ട് വലിച്ചു കെട്ടി, അകത്തോട്ട് കെട്ടാതെ പുറത്തോട്ട് കെട്ടി അതിൻ്റെ ഉള്ളിലാണ് ഇരുന്നത്. ഞങ്ങൾ അത്രയും വിഷമിച്ചു. കാരണം രാത്രി മുതൽ വരെ വളരെ ശക്തമായ മഴയായിരുന്നു. എല്ലാ പേരും അതിലിരുന്ന് കുതിർന്ന് നനഞ്ഞ് പല രീതിയിലുള്ള അസുഖങ്ങളും പിടിച്ചു. ഇന്ന് കുറെ പേര് അസുഖം കൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ് അവരെല്ലാം. എന്നിട്ട് പോലും നമ്മളോട് ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലും കാണിക്കാത്ത ഒരു സർക്കാരായി എന്നുള്ള ഒരു വിഷമം നമുക്കുണ്ട്. സുരേഷ് ഗോപി മറ്റെന്തെങ്കിലും പറഞ്ഞോ ഇന്ന് കേന്ദ്രത്തിൽ പോകുന്ന കാര്യം? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡൽഹിയിൽ സാർ പോയിട്ട് ഞങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിക്കും. കേരളത്തിലെ ഈ പ്രശ്നങ്ങൾ സംസാരിച്ചതിന് ശേഷം അവിടെ എന്താണ് തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയും കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും സാറായിട്ട് പോയിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്നുള്ളൊരു കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യും. പക്ഷെ സംസ്ഥാന സർക്കാരല്ലേ നമ്മളെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ കാണാനാനുള്ളത്. കാരണം അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. അപ്പൊ നമ്മളിന്ന് 22ാമത്തെ ദിവസം ഇവിടെ ഇരുന്നിട്ട് പോലും എന്താണെന്ന് ചോദിക്കാത്ത ഒരു 5ാമത്തെ ദിവസം ഒരു പ്രഹസനമായിട്ട് ഒരു ചർച്ചയ്ക്കൊന്ന് വിളിച്ചിട്ട് യാതൊരു തീരുമാനം എടുക്കാതെ നമ്മുടെ ധനമന്ത്രിയായിട്ട് പോലും ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു പ്രഹസന സമരം ഒരു ഒത്തുതീർപ്പിനായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ പിരിഞ്ഞു വെക്കുള്ളൂ, നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് INTC-യുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തി. നിങ്ങളെല്ലാം കണ്ടല്ലോ.
അതെല്ലാം വ്യാജമായ ഒരു സാധനം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് കൃത്യമായിട്ടും ഇത് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ആശാ വർക്കർ അല്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യം വരും. അവരുടെ ID നമ്പർ ചോദിച്ചാൽ അവർ കൃത്യമായിട്ടും പറഞ്ഞു, ഏത് PHC എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ടും പറഞ്ഞു തരും. പിന്നെ എന്തിനാ ഈ വ്യാജ പ്രചരണം നടക്കുന്നത്? പിന്നെ അതുപോലെ എനിക്ക് പ്രധാനമായിട്ടും അറിയിക്കാനുള്ളത്, ഇന്നലെ മുതൽ ഞങ്ങളുടെ ആശാ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ സംഘടനയുടെ ഗ്രൂപ്പാണ്. അതിലുള്ള അംഗങ്ങൾ ചേർന്ന് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ്. അതിലൊരു വ്യാജ പ്രചരണം വന്നു. ഞങ്ങൾ ഇന്ന് ആശാ വർക്കേഴ്സ് ഇന്ന് മൊത്തമായിട്ട് ഇത്രയും ദിവസം ഇവിടെ ഇരുന്നിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല. അതുകൊണ്ട് ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്ന് വളയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഒരു അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട്. അതിനൊരു മെസ്സേജ് ആയിട്ടാണ് വന്നത്. പക്ഷെ അത് ആരാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങളെ ഗ്രൂപ്പിലൊന്നും വന്നിട്ടുമില്ല. അത് വ്യാജമായിട്ട് പ്രചരിപ്പിച്ച് ഫേസ്ബുക്കിലും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളിലും ഇട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഇത്രയും പോലീസിനെയൊക്കെ ഇറക്കി ഇന്നലെ വരെ ഇല്ലാത്ത സംവിധാനമൊക്കെ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഒരു അക്രമത്തിനും വന്നതല്ല, ഞങ്ങളുടെ അവകാശങ്ങൾ നേടാൻ വന്നതാണ്. ഞങ്ങൾ ഒരു വീട്ടമ്മമാരാണ്. ഇന്ന് വരെ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളവരല്ല. നമ്മൾ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം സമരം ചെയ്യുക പോവുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളെ വീണ്ടും ഓരോ ദിവസം നീട്ടി ഇന്ന് 22 വയസ്സും നമ്മൾ 22 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ വിലപ്പെട്ട ദിവസമാണ് കഴിഞ്ഞു പോയത്. ഞങ്ങളുടെ സമരം ഒത്തീർപ്പാക്കി ഞങ്ങളുടെ ഫീൽഡിലോട്ട് തിരിച്ചു പോകാൻ ഞങ്ങൾ ഓരോ കിടപ്പ് രോഗികളെ വിളിക്കുന്നുണ്ട്. ട്യൂബ് മാറ്റാനും ഇതിനായിട്ട് പാലിയേറ്റീവ് കെയർ പേഷ്യൻസ് വിളിക്കുന്നുണ്ട്. എന്ന് വരും എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഫീൽഡിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നമുക്ക് വ്യക്തമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. എന്നിട്ടും ആ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ പറയണം, ചേച്ചി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾ ഇതുവരെ ഒരു തീരുമാനമായില്ല, എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് പറയുക. അപ്പം നമ്മൾ അത്രയും കഷ്ടത നമ്മൾ അവരെ കാണുന്നുണ്ട്. അവരൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ ഇത്രയും നിസ്സാരപ്പെട്ട തുകയ്ക്കാണ് ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വരുമ്പോൾ അവരും പറയും, നിങ്ങൾ ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ, എന്നിട്ട് നിങ്ങൾ അത് ചെയ്തില്ലേ എന്നൊക്കെ അവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ നിസ്സാര പൈസയ്ക്കാണ് അവർ മുന്നിൽ ഈ ചിരിച്ചും കൊണ്ട് ചെല്ലുന്നതെന്ന്. അപ്പോൾ ആ കഷ്ടത എല്ലാം അവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് നേടിയിട്ട് വന്നാൽ മതി ചേച്ചി, ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ചെയ്തോളാം എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് സമരം തീർപ്പാക്കുമെങ്കിൽ നാളെ തൊട്ട് ഞങ്ങൾ ഫീൽഡിൽ പോകാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ കുട്ടികളെ ഇമ്മ്യൂണൈസേഷൻ എന്നാണെന്ന് വിളിക്കുന്നുണ്ട്, എയർ ഡേറ്റ് ആണെന്ന് വിളിക്കുന്നുണ്ട്, പല കാര്യങ്ങളിലും വിളിക്കുന്നുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾക്ക് ഈ സമരം ഇത്രത്തോളം കൊണ്ട് എത്തിച്ചിട്ട് നമുക്കിത് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ പിന്നിൽ നിൽക്കുന്നത്. ഒരു കാരണവശാലും ഈ സമരത്തിന് നമ്മളിപ്പം കുറച്ച് ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. ആ 2-3 ഡിമാൻഡുകൾ ഞങ്ങൾ പറഞ്ഞല്ലോ, കുടിശ്ശികയൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇനി പ്രധാനമായിട്ടുള്ള നമ്മൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക, നമ്മുടെ ഈ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ആനുകൂല്യങ്ങളും കൂടെ നമുക്ക് തന്നാൽ മാത്രമേ നമുക്ക് പിരിയാൻ പറ്റൂ. ഞാൻ എൻ്റെ PHCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആശ ഞാൻ മുമ്പും പല പ്രാവശ്യം പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മാനസികരോഗിയായിട്ട് അവസ്ഥയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ, പക്ഷെ അവർക്ക് എത്രത്തോളം അത് ചെയ്യുമെന്നറിയില്ല. ചെന്നാൽ നമ്മളെ ഈ ശൈലി ചെയ്തതിൻ്റെ കാര്യം മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ഞാൻ ശൈലി ചെയ്തില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരൊറ്റ കാരണം, നമ്മുടെ ഈ ആരോഗ്യപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അവരുടെ ആ ശൈലിയൊക്കെ ചെയ്യുന്നത് അവർക്ക് അറിയില്ല. കാരണം ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണൊന്നും അത്രയും ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് മാനസിക രോഗിയായിട്ട് ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ ചെന്നിട്ട് അവരെ കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സങ്കടം വരിക. അവരെ മുമ്പേയൊക്കെ ഞങ്ങൾ എന്ത് ചെന്ന് പറയും, 18 വർഷം ജോലി ചെയ്തവരാ. ഈ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് 10 രൂപ ഒരു ആനുകൂല്യം എന്നുള്ള രീതിയിലില്ല. മരണപ്പെട്ടാൽ നമുക്കൊരു സംസ്കാര ചടങ്ങിനെന്നും പറഞ്ഞാൽ ഒരു 5000 രൂപ പോലും ഇല്ല. അപ്പൊ ആ അവസ്ഥയിലൊക്കെ പോകുന്നത് ഞങ്ങൾ എന്തിനാ ഗവൺമെന്റിനെ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് സേവിക്കുന്നത്? അപ്പൊ ഫീൽഡിൽ ഞങ്ങൾക്ക് ഇറങ്ങണം. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സേവനങ്ങൾ ഇനിയും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. പക്ഷെ പല രീതിയിലുള്ള ഗോസിപ്പുകളും വന്നു. ഇവിടെ ഇരിക്കുന്നവർ ആശ അല്ല എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇന്നൊരു 1000-2000-ത്തിനകത്തുള്ള ആശമാരെ ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ, വാരൽക്കുള്ളതൊന്നുമില്ല. പക്ഷെ ഇന്ന് കാണുമ്പോൾ അറിയാലോ എത്രത്തോളം ആശമാർ ഇവിടെ പങ്കെടുക്കും എന്നുള്ളത് കൃത്യമായിട്ടും അറിയാൻ പറ്റും. അതുകൊണ്ട് ആ ഗോസിപ്പുകളൊന്നും മറക്കണ്ട. ഒരുപാട് പേര് ഇപ്പോഴും വർക്ക് ചെയ്യാതെ നിൽപ്പുണ്ട് ഗവൺമെന്റ്. പിന്നെ അവരുടെ ഉപജീവന മാർഗം എന്നുള്ള രീതിയിലും അവർ പേടിച്ചും ഒക്കെ കുറെ പേരെ നിർത്തിയിരിക്കുന്നതാണ്. പക്ഷെ അവർ മാനസികമായിട്ട് CITന്റെ യൂണിയനിലുള്ള മുഴുവൻ ആശമാരും മാനസികമായിട്ട് അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നുകൊണ്ടിരിക്കുക. അവരുടെ പല വിധത്തിലുള്ള സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് അവർക്ക് വരാൻ പറ്റാത്തത്. സമരത്തിൽ പങ്കെടുക്കാത്തത് മാത്രമല്ല, അവരുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ അവരുടെ മക്കള് എങ്ങനെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും.
അവരുടെ ബന്ധുക്കളൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ പോകരുതെന്ന് പറഞ്ഞ് വിലക്കി വെച്ചിരിക്കുന്നത്. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്, ഞങ്ങൾക്കും കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, നിങ്ങളത് സാധിച്ചിട്ടേ വരാവൂ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഈ ഒരു കടന്നുവരവ് ആശാ വർക്കർമാരിൽ ഏറെ ആശയാണ് ഉളവാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.